ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ പുതിയ നിയമം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമം കഴിഞ്ഞു പോയി. ഇന്ന് 5-ാം ദിവസമാണ് യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുനാഥൻ 30 വയസ്സ് വരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ പരസ്യ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും യേശുനാഥൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജനമായ സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരെ അന്വേഷിച്ച് വരികയാണ്. ശിഷ്യന്മാരെ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞു, നിന്നെ എല്ലാവരും അന്വേഷിക്കുന്നു, നീ എവിടെയാണ്? യേശുനാഥൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ ദൈവപുത്രനാണ്. എന്തുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കണതെന്നറിയാമോ? പിശാചുക്കളെ പുറത്താക്കാൻ ഈ ഭൂമിയിൽ ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് നസറനായ യേശുവാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്. പ്രാർത്ഥന കൊണ്ടല്ലാണ്ട് ഈ വർഗം പുറത്തു പോവില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. ഭിത്തിയായ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു വചനം എഴുതി വെക്കണം. ഏതാണ്? 1 യോഹന്നാൻ 3:8. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്. ചില രോഗങ്ങളൊന്നും പനിയേ അല്ല. ഒരു രോഗങ്ങളൊന്നും അത് ശരിക്കും രോഗമല്ല, അത് പനി. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ശിവമോൻ്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചിട്ട് അവളെ ചെല്ലുമ്പോൾ യേശുനാഥൻ കൈ പിടിക്കുന്നുണ്ട്. വേറെ ലുക്കയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൈ പിടിക്കുകയല്ല ചെയ്തത്, ശാസിച്ചു, പനി വിട്ടുപോയി. പിശാചിനെ ശാസിക്കണം. അപ്പോൾ ഈ പിശാചിനെയൊക്കെ ശാസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കണം. പ്രാർത്ഥന, ഉപവാസം കൂടാതെ ഈ വർഗം പുറത്തു പോകില്ല. നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34 മുതലുള്ള തിരുവചനം. ഹല്ലേലൂയ. വിവിധ രോഗങ്ങൾ ബന്ധിച്ചിരുന്ന വളരെ പേർ അവൻ സുഖപ്പെടുത്തി. വിവിധ രോഗങ്ങൾ യേശുനാഥൻ സുഖപ്പെടുത്തി. മരുന്നോ വൈദ്യനോ അല്ല, ശാസിക്കുകയാണ് യേശുനാഥൻ. നമുക്ക് കാണാൻ പറ്റും, ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. പുഴുക്കൾ തിന്നുകൊണ്ടുപോയി അവൻ്റെ ശരീരം. യേശു പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷേ കുഴിമാടത്തിൽ വന്നിട്ട് അവൻ്റെ ശരീരത്തിനെ ശാസിക്കുകയാണ്, ലാസറെ പുറത്ത് വരിക. ശാസിച്ചപ്പോഴാണ് അത് പുറത്ത് വന്നത്. പനി വിട്ടുപോകാൻ ശാസിച്ചു, പനി വിട്ടുപോയി. കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പനി വിട്ടുപോയി. ചില രോഗങ്ങൾ നമ്മൾ ശാസിക്കണം, ബന്ധിക്കണം. നമുക്ക് അധികാരം ദൈവമായ കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്തതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം. ഞാനൊരു കൊച്ചിനെ പനി രാത്രി 1 മണിക്കൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കിടന്ന് 3 മണി 4 മണിക്കൊക്കെ തിരിച്ചു വന്നത്. ഓക്സിജനൊക്കെ കൊടുത്ത് ഭയങ്കര ഇതാണ്. പനി ആഴ്ചയിൽ പനി. 4 വയസ്സായിട്ടുള്ള ആ കൊച്ചിന്. ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോൾ അവിടെ വന്ന് വീട്ടിൽ പനിയാണ് ഭയങ്കര. ഞാൻ നോക്കിയപ്പോൾ കൊച്ചിങ്ങനെ മിണ്ടാണ്ടി തളർന്നുറഞ്ഞിരിക്കുകയാണ്. ഞാൻ ശാസിച്ചു, യേശു നാമത്തിൽ പനി വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നെറ്റിയിൽ കയറിയ പിടിച്ചു. നേരിൽ പനി ഈ കൊച്ചിന് വരാൻ പാടില്ല. ഇപ്പോൾ ഒരു 5-8 മാസമായി ഒരു പനി എന്ന് പറയുന്നത്. പിന്നെ ചുമയുണ്ടായിരുന്നു. ചുമയും ഞാൻ ശാസിച്ചു. ഇതൊക്കെ തിന്മയുടെ ശക്തി കയറി വന്നതാണ്. മാതാപിതാക്കളുടെ ചില തെറ്റ് ഉള്ള നടത്തങ്ങളും പെരുമാറ്റവും കയറുമ്പോൾ മക്കളിലേക്ക് ഇവൻ കയറി വരും. എന്നിട്ട് പനി, ചുമ, ജലദോഷം, ഇവരുടെ പെരുമാറ്റം കൊണ്ട് ആ കുഞ്ഞിനത് അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. പക്ഷെ നമ്മൾ ശാസിക്കണം, ബന്ധിക്കണം. പിന്നെ അത് വരില്ല. ആ കൊച്ചിന് ഇന്ന് വരെ എന്നിട്ട് പനിയും ചുമയില്ല, ഓടി തുള്ളിച്ചാടി നടക്കണം. അതിന് നമ്മൾ കർത്താവിനോട് കൂടെ നിൽക്കണം. അവിടെ പകുതി ഇവിടെ പകുതി, സീരിയൽ, സിനിമ, TV, കൊലപാതകം, അത് ഇത് ന്യൂസ് വേണ്ടാത്തതൊക്കെ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അവൻ കയറിയിരിക്കുന്നില്ല ഹൃദയത്തിൽ, ഇറങ്ങിപ്പോവില്ല. ശാസിച്ചിട്ട് അങ്ങനെയൊക്കെ കണ്ടും തിരിച്ചിട്ടുണ്ടെങ്കിൽ ശാസിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കയറി പിടിക്കും. പിന്നെ
ആ പനി നിന്നെ വിട്ടു പോവില്ല. അതൊരു പിശാചാണ്. ചില രോഗങ്ങളൊക്കെ അതാണ് കർത്താവ് ശാസിക്കുന്നത്. ഹല്ലേലൂയ. അനേകം പിശാചുകളെ അവൻ പുറത്താക്കി. കണ്ടോ, അനേകം പിശാചുകളെ അവൻ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട്, പിശാചുകൾ ഈ മനുഷ്യരുടെ അടുത്ത് പിശാചുകൾ കയറിയിരുന്നിട്ട് അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് അറിയാൻ പറ്റുള്ളൂ. അവർക്കറിയാൻ പറ്റുമത്. അതാണ് പറയുന്നത്. കണ്ടോ, അറിഞ്ഞുകൊണ്ടിരുന്നു. സംസാരിക്കാൻ അവൻ അവരെ അനുവദിച്ചില്ല. ആ വന്ന് കുറേ ആൾക്കാർ ഇവനെ കാണാനൊക്കെ വന്നപ്പോഴത്തേനും അവർ പിറുപിറുക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്തത്. മിണ്ടിപ്പോരെന്ന് പറഞ്ഞു യേശുവിനെ ശാസിച്ചു. യേശുവിനറിയാം ആ മനുഷ്യനല്ല പറയണത്, അവനിലിരിക്കുന്ന ദുരാത്മാവാണ്, അരൂപിയാണ് അവനോട് സംസാരിക്കുന്നത്. കർത്താവ് ശാസിച്ചവിടെ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. കാരണം അവനിലൂടെ സംസാരിക്കുകയാണ്. കലകലകലാന്ന് വായി തോന്നിയത് വേണ്ടാത്തങ്ങനെ പറയണത്. അത് അവനല്ല ചെയ്യണം പറയണത്, അവൻ്റെ ഉള്ളിലുള്ളവനാണ് പലതും പറയണത്. ചില കുടുംബത്തിലെ ചില വഴക്കുകളൊക്കെ ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പറയണതും ഒക്കെ അവനോ അവളോ അല്ല. അവനിലേക്ക് കയറി ഇരുന്നിട്ട് എല്ലില്ലാത്ത നാവിലൂടെ അങ്ങനെ പറയാൻ തുടങ്ങും. ഭയങ്കര വഴക്കാവും. കുടുംബ ബന്ധം തന്നെ തകർന്നു പോയി. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, യേശു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. 35 വാക്യത്തിലേക്ക് നോക്കിയോ, 1 മാർക്കോസ് 35 വാക്യം. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ആരുമില്ലാത്ത, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ വേണം, ഒരാളും കാണാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം. മുറിയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ആരും കാണരുത്. കാണുമ്പോൾ നമ്മൾ നിർത്തിക്കളണം. അല്ലെങ്കിൽ അവർ പറയുമോ വലിയ പ്രാർത്ഥനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും. അപ്പോൾ നമുക്കത് മുറിയെ വെക്കും. അപ്പോൾ ആരും കാണാതെ, ഇപ്പോൾ ഈ ശിഷ്യന്മാരുണ്ട് യേശുവിൻ്റെ കൂടെ, അവരെയൊക്കെ വിട്ട് അവൻ വിജന സ്ഥലത്തേക്ക് പോയി. ആരുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് പോയി. എന്തിനു പോയി? പ്രാർത്ഥിക്കാൻ വേണ്ടി, പിതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവപുത്രൻ ഇതിലേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഉണ്ടോ, അവിടെ ഇരുന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്, ശക്തിപ്പെടുത്തണമേ, പിശാചുകളെ ഉപേക്ഷിക്കാനുള്ള ആത്മീയ വരമൊക്കെ തരണമേന്ന് സ്വർഗീയ പിതാവിനോട് പുത്രനായ യേശു പ്രാർത്ഥിക്കുകയാണ്. ശിമോനും കൂടെ ഉണ്ടായിരുന്നു. അവനെ തേടി പുറപ്പെട്ടു. ശിമോനെ വിട്ടിട്ട് പോയി കളഞ്ഞു. പക്ഷെ ശിമോൻ അറിഞ്ഞില്ല. പക്ഷെ ശിമോൻ തേടി വരെയുണ്ട്. പിന്നെ രണ്ടാമത് പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. യേശു ആരോടും പറയാണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വിജന സ്ഥലത്തേക്ക് മാറിപ്പോയി. ശിഷ്യന്മാരോട് പോലും പറഞ്ഞില്ല. നോക്കിയപ്പോൾ യേശുവിനെ കാണാനില്ല. ഉടനെ അവരെ അന്വേഷിച്ച് വരെയാണ്. അങ്ങനെ വന്നപ്പോഴത്തേനും ഒരു സ്ഥലത്ത് യേശുനാഥൻ പ്രാർത്ഥിച്ചിട്ടിരിക്കണം. അപ്പോൾ അവർ വന്നിട്ട് പറയണം, നിന്നെ എല്ലാവരും അന്വേഷിക്കണം, നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? കണ്ട, നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവണം. ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ. അതില്ലാത്തവൻ കഴുകന്മാരെ പോലെ ഇരിക്കുന്നു. കഴുകൻ്റെ പണി എന്നിട്ടാണ് ശവം തിരിയണം, കൊത്തി തിരിയും. അതുപോലെ നമ്മളെ വഴക്ക്, വെറുപ്പ്, ദേഷ്യമൊക്കെ കയറി വരും, നമ്മളറിയില്ല. വന്നത് അങ്ങനെയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ തിരഞ്ഞെടുക്കണം. അത് കണ്ടിന്യൂ ചെയ്യാൻ വേണം. വിട്ടു പോകരുത്, ഒരു ദിവസം പോലും മുടങ്ങരുത്. ഹല്ലേലൂയ. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം. അവിടെ കുറേ പേര് അന്വേഷിച്ചിരിക്കുകയാണ്. യേശു പറഞ്ഞു, ഇനി അങ്ങോട്ടല്ല പോകേണ്ടത്, അടുത്ത പട്ടണത്തിലേക്ക് പോകാൻ പറഞ്ഞു. യേശു വചനം പ്രഘോഷിക്കുകയാണ്, രോഗികളെ സുഖപ്പെടുത്തിയാണ്. പക്ഷേ യേശു വീണ്ടും അവിടെ ഇവർ ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിട്ട് യേശു പോകണില്ല. യേശു പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. യേശു അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഒന്നും ഒരു അധികാരവും കൊടുത്തിട്ടില്ല, അത് വരുന്നുള്ളൂ. യേശു നേരിട്ടാണ് ചെയ്യണത്. പക്ഷേ ശിഷ്യന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ് യേശുനാഥ്. പക്ഷെ അവർക്ക് കണ്ണിലൂടെ കണ്ട് കാതിലൂടെ കേട്ട് വിട്ടുകളയുന്നു. അവർക്കൊരു അനുഭവം വരുന്നുമില്ല. യേശുനാഥൻ നോക്കിയേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രാർത്ഥനയും. അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് യേശുനാഥൻ. ഹല്ലേലൂയ. അടുത്ത പട്ടണത്തിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. എന്താ, അവിടെയും എനിക്ക് വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് യേശു ശിഷ്യന്മാരോട് പറയണം. അങ്ങനെ യേശു പോണയിടത്തേക്ക് ശിഷ്യന്മാരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലൂടെ നീളം സഞ്ചരിച്ചു. സിനഗോഗയിൽ കയറി അവൻ വചനം പ്രഘോഷിച്ചു. എന്നിട്ട് അവൻ നടക്കണം.
അച്ഛനും പ്രവേശിച്ചു. യേശു കത്തി ജ്വലിക്കാൻ ഈ സമയത്തൊക്കെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കുഷ്ഠരോഗി വരെയുണ്ട്. 40-ാം വാക്യം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി. ഒരു കുഷ്ഠരോഗി അടുത്തേക്ക് വന്നിട്ട് ആദ്യം അവൻ മുട്ടുകുത്തി. വേറെ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നിടത്ത് വേറെ ഉണ്ട്, അതല്ല. ഇത് ഒരൊറ്റ കുഷ്ഠരോഗി. ഒറ്റ കുഷ്ഠരോഗി. യേശു ഇങ്ങനെ നടന്നിരിക്കുന്നു കടൽ തീരത്തുള്ള ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ. അപ്പോൾ ഒരു കുഷ്ഠരോഗി ഓടി വന്നിട്ട് യേശുവിനടുത്ത് മുട്ടുകുത്തിയാണ്, അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ കുഷ്ഠരോഗി യേശുനാഥനോട് പറയുന്നത്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവൻ മുട്ടുകുത്തി അപേക്ഷിക്കുക. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ രോഗകുഷ്ഠമാണ്. സുഖപ്പെടുത്തോ ഇല്ലെന്ന് അവന് തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ട് അവൻ തന്നെ പറയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ യേശുവിന് സ്നേഹവും കരുണയും അവനോട് തോന്നി. ഉടനെ യേശുനാഥൻ കൈ നീട്ടി എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്. അവൻ പറഞ്ഞ വാക്ക് അപ്പം തന്നെ യേശു ക്ലിക്ക് ചെയ്തു. എന്താണ്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. യേശുവിൻ്റെ വാക്കാണ്. തൽക്ഷണം കുഷ്ഠം മാറി അവൻ ശുദ്ധിയുള്ളവനായി. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി അവൻ ശുദ്ധിയുള്ളവനായി. എല്ലാ രോഗം ആ നിമിഷം, ഒറ്റ സെക്കൻഡാണ്. അതെങ്ങനെ സംഭവിച്ചു? പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥനയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ നാവിൽ നിന്നും എന്തെങ്കിലും വന്നാൽ അത് വന്നത് തന്നെയാണ്. അതിന് ആർക്കും മാറ്റം നടത്താൻ ചെയ്യാൻ പറ്റില്ല. അത് വാളാണ്, ഇരുതല വാളാണ്. ബന്ധിച്ചതാണ്. കർത്താവ് പറയുന്നുണ്ടല്ലേ, നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നത് സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സംശയിക്കാതെ പറയണം. എന്താണ് വേണ്ടത്? പ്രാർത്ഥന. പ്രാർത്ഥനയാണ് അതിപ്രധാനം. അതാണ് യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചത്. അതേമാതിരി ഇന്ന് 6-ാം ദിവസമാണ് നമ്മൾ കർത്താവിനെ പറ്റി കേൾക്കുന്നത്. ഇന്നുവരെയും ശിഷ്യന്മാരെ യേശുനാഥൻ എടുത്തിട്ടില്ല. യേശു നേരിട്ട് പ്രവർത്തിക്കുകയും. ആവേ മരിയ.